മോളെ റെജി മോളെ. ആര് മാമിയാ? വരി മാമി, ഒരുപാട് ദിവസം ആയില്ല കണ്ടിട്ട്. വരി മാമി, വെള്ളം കുടിച്ചിട്ട് പോവാം. വരി. ഞാനേ എൻ്റെ പിള്ളയെ കൊണ്ട് സ്കൂളിൽ വിടാൻ വന്നതേ. അപ്പം നിന്നെ ഒരുപാട് ദിവസം ആയില്ലേ കണ്ടിട്ട്, അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് പോവാന്ന് വന്നതാ. പിള്ളയെ ഏത് സ്കൂളിലാണ് മാമി കൊണ്ടാക്കിയത്? മോനെ ഗൾഫിൽ നിന്ന് ലെറ്ററൊക്കെ അയക്കുന്നുണ്ടാ? ഗവൺമെൻറ് സ്കൂളിലാണ് പിള്ളേ ആക്കിയിരിക്കണേ. ശരി മാമി, ഞാൻ വെള്ളം എടുക്കട്ടെ. വന്ന് കയറിയതല്ലേ മോളെ ഉള്ളൂ, വെള്ളം കുറച്ച് കഴിഞ്ഞ് മതി. പിള്ളയെ കൊണ്ട് ഗവൺമെൻറ് സ്കൂളിലാണ് കൊണ്ടാക്കിയതേ. വരുമാനമൊക്കെ കുറവല്ലേ. എൻ്റെ മോനാണെങ്കിൽ പൈസയൊന്നും അയക്കൂല, ലെറ്റർ അയക്കൂല, ഫോൺ വിളിക്കും. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കഷ്ടം. അതുകൊണ്ടേ ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടാക്കാൻ പോയതാണ് മക്കളെ. അപ്പോൾ കുറച്ച് വെള്ളം ഇടും മോനെ. അല്ല മാമി, ഇപ്പം ഗൾഫിലൊക്കെ പോകുന്നത് വേസ്റ്റാണ്. അവിടെ ശമ്പളങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പൈസകൾ കൊടുക്കുന്നതിനേക്കാളും ഗവൺമെൻറ് സ്കൂളിലാക്കുന്നത് തന്നെ മാമി നല്ലത്. ശരി മാമി, ഇരിക്കി, വെള്ളം എടുക്കട്ടെ. അല്ല മാമി, നിങ്ങളെ ഒരാളിന് 1,00,000 രൂപയൊക്കെ കൊടുത്തില്ലേ? അത് നിങ്ങൾക്ക് തിരിച്ച് തന്നായിരുന്നോ? ഇപ്പോൾ ഉള്ളവരൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പം ഈ അയൽക്കൂട്ടത്തിലെല്ലാം പൈസകളൊക്കെ കൊടുത്തിട്ട് എല്ലാവരും കൊണ്ടുപോകണം. ആരെയും വിശ്വസിക്കല്ലോ മാമി. ശരി, വെള്ളം എടുക്കട്ടെ. എന്തു പറയാനാ മക്കളെ, ആ പൈസയെ കൊടുത്തിട്ട് പൈസ ഇതുവരെ കിട്ടിയില്ല. ആ കാര്യമൊക്കെ പറഞ്ഞാലേ ഇന്നൊരു ദിവസം കൊണ്ട് ആ കഥ ഒന്നും പറഞ്ഞ് തീരാൻ പറ്റൂല മക്കളെ. അതിന് ഒരു ദിവസം വന്ന് എന്നെ ആ കഥയൊക്കെ പറയണം മക്കളെ. ഇവൾ കേട്ട് ഉള്ള കഥയെല്ലാം കേൾക്കണം, അല്ലാതെ വെള്ളം തന്ന പാടില്ല. ഇനി നമുക്ക് പോവേണ്ടിയത് തന്നെ. അല്ല മാമി, നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടന്നെന്ന് പറഞ്ഞില്ലേ? അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞില്ലല്ലോ ഇത്രയും നേരമായിട്ട്. അതെന്തരായ? ആരെ കൂടെ പോയെന്നാ എടുത്തുനിന്നൊക്കെ പറഞ്ഞില്ലേ മാമി? അതൊക്കെ നമ്മൾ എന്തിനാ മക്കളെ അടുത്തുള്ളവരെ കാര്യങ്ങളൊക്കെ അറിയുന്നത്? അതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. അവരവർ ചെയ്യണതിന് കൂലി അവരവർ അനുഭവിക്കട്ടെ. നമ്മളൊന്നും ആ കാര്യമൊന്നും പറയാൻ പോകണില്ല. ഞാൻ വന്നിട്ട് ഒരുപാട് നേരമായി മക്കളെ. ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോട്ടാ, നേരം ഒരുപാടായി. പിള്ളേർ ഇന്ന് തിരക്കിയിരിക്കും മക്കളെ. ഞാൻ പോകണം. അതാ സംസാരിച്ച് ഒരുപാട് നേരമായി മാമി. ശരി മാമി, അപ്പോൾ പോയിട്ട് വരും. ഞാൻ വെള്ളം കലക്കാന്നാണ് വിചാരിച്ചത് മാമി. ശരി, പോയിട്ട്. ഈ നാട്ടിലുള്ളവരെല്ലാം ഇങ്ങനെ തന്നെ കഥയെല്ലാം കേട്ടിട്ട് വെള്ളം തരാം, ചായ തരാമെന്ന് പറഞ്ഞിരിക്കും. നമ്മൾ ഇറങ്ങുന്നത് വരെ വെള്ളവും തരൂല, ചായയും തരൂല, ഒന്നും തരൂല. വന്നത് വെറുതെ ആയി. പഞ്ചസാരയുടെ വിലയിലെല്ലാം ഞാൻ ജ്യൂസ് കലക്കാം. ഇവിടെ ജ്യൂസ് കലക്കി മനുഷ്യന് ഓരടിച്ച് വേറെ ജോലിയില്ല.